ക്യാൻ പ്രസൻസ് സ്വയംവര സിൽക്സ് ഇടവേളകളില്ലാതെ ബാബു. അപ്പോൾ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ? സ്വയംവര സിൽക്സ്. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. ചേട്ടാ, നമുക്ക് ഇത്തവണ നേരിട്ട് ഒരു ഇൻട്രോയിലേക്ക് പോകാം. അത് സിനിമയിലുള്ളവരൊന്നും അല്ല, ചേട്ടനുമായിട്ട് രക്തബന്ധമുള്ളവരാ. അപ്പം മറ്റ് ഇവനെല്ലാം നേരത്തെ പറഞ്ഞു, ഒരു കുടുംബത്തെയൊക്കെ വിട്ടിട്ടാണ്, അവിടുത്തെ സുഖദുഃഖങ്ങളെല്ലാം വിട്ടിട്ട്, അല്ലെങ്കിൽ സന്തോഷങ്ങളെല്ലാം വിട്ടിട്ടാണ് ഒരു സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാളാണ്. ഇവിടെ രണ്ടുപേർ, അവർക്ക് ചില വേദനകളൊക്കെ പങ്കുവെക്കാനുണ്ടാവും. അവരുടെ കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണാം. ഞാനിവിടെ വന്ന് ഇത്ര കൊല്ലമായി, എല്ലാവരും നല്ല ഇതിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലോണം സ്നേഹം എനിക്ക് ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്. അതേ ഉള്ളൂ രണ്ട് സൈഡിൽ നിന്ന്. ഇപ്പം ബാബുശൻ്റെ കയ്യിൽ നിന്നായാലും അതെ. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഈ വീട് ചലിക്കണതൊക്കെ ആളും കൂടി വേണം. എന്നാലും ഒരു ശരിക്കും നമുക്കിപ്പോൾ 2 ദിവസത്തേക്ക് ആൾ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു അനക്കമില്ലാത്ത പോലെ ഒരു കുറവ് തോന്നിക്കും. വരണമെന്ന് പറയുമ്പോൾ എത്തുണ്ടല്ലോ ഒരു സന്തോഷം. അത് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല, ചേട്ടനും അതെ, പിള്ളേർക്ക് എല്ലാവർക്കും. പിള്ളേരും പറയാം ഇളയച്ചൻ വരണു. അപ്പോൾ പിന്നെ ഒരാളായി, ഞങ്ങൾക്കൊരു സപ്പോർട്ടായി, ധൈര്യമായി എല്ലാ കാര്യത്തിനും. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, സൂചിയൊക്കെ ക്ലോക്ക് തീയില്ലേ, അതുപോലെ തന്നെയല്ലേ രണ്ടുപേരും കൂടിയിട്ട് തിരിഞ്ഞാലത് കാര്യങ്ങൾ നടക്കുള്ളൂ. നമുക്ക് ആളിവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ധൈര്യമാണ്. എന്ത് കാര്യത്തിനും മുമ്പോട്ട് പോകാനും എന്തിനും. ആൾ പോകുമ്പോൾ നമുക്കൊരു സങ്കടമാണ്, ഇനിയിപ്പോൾ എന്നാണ് വരിക. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ ആയാലും കിടക്കണതിന് മുമ്പും, ബാബു ചേട്ടനായാലും അതേ കിടക്കണതിന് മുമ്പ് ഇവിടെ ഒരു ഫോൺ കോൾ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും അന്നത്തെ വിശേഷങ്ങൾ പറയണം. കടയിലെ ചേട്ടൻ കടയിലാണ്, പക്ഷെ കടയിൽ എന്തൊരു കാര്യം എടുക്കണമെങ്കിൽ, എന്തൊരു കാര്യം മുന്നോട്ട് നീങ്ങണമെങ്കിലും ചോദിക്കണമെങ്കിൽ, ഇതാവണമെങ്കിൽ ആളോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അതെല്ലാവരും അതെ. എൻ്റെ മോനായാലും അതെ. ഇളയച്ചൻ്റെ സപ്പോർട്ട് ഭാഗത്ത് വേണം, എങ്കിലും എല്ലാവർക്കും ധൈര്യമുള്ളൂ. പറ്റിയ ആൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതായി. പിന്നെ ഈ ഫീൽഡുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരും വേണം. അങ്ങനെയായിരുന്നു തുടക്കത്തിലൊക്കെ. അപ്പം അതങ്ങനെ കിട്ടിയിരുന്നില്ല. അപ്പം അതങ്ങനെ പോയി. അതായത് കല്യാണം കഴിച്ച് കാണണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോഴല്ലേ ശരിക്കും ഒരു കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ ഞങ്ങളുടെ ഈ ഫാമിലി. ഞങ്ങൾ ഒരു ബൈറ്റ്സിൽ ഒരു കത്രിയ വെക്കാത്തൊരു വീഡിയോയാണ്. അതിലൊരു ഹൃദയത്തെ തൊടുന്ന ചില വാക്കുകളുണ്ട്. എനിക്കൊന്ന് ചേട്ടൻ നിശബ്ദനാണ്, പക്ഷേ അനിയൻ്റെ എല്ലാ വളർച്ചകളിലും ഒരു ദൂരെ നിന്ന് അതിനെ സന്തോഷത്തോടെ നോക്കി കാണുന്ന അദ്ദേഹത്തിൻ്റെ ഒരു തൃപ്തി അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. ചേട്ടത്തിയിലും ഉണ്ട് അതേ ആത്മസംതൃപ്തി. ഇവരെയൊക്കെ മിസ്സാവുന്നുണ്ടല്ലേ? അത് ഞാൻ പറഞ്ഞതിന് അതിന് അപ്പുറത്ത് ചേട്ടൻ ഒന്നും പറയാറില്ല. ഒരു ഡിസിഷൻ മേക്കർ ഞാൻ തന്നെയാണ്. അതങ്ങനെയായി വന്നതാണ്. അച്ഛൻ്റെ ഒരു തത്വമുണ്ട്. അച്ഛനെ ഞാൻ ഒരു പരിധിവരെ നമ്മളൊരു കാലത്ത് ഇന്നാളുടെ മകൻ എന്ന് പറയും. പക്ഷേ ഞാൻ പെട്ടെന്ന് സിനിമയിൽ വന്നു, അത്യാവശ്യം അറിയാവുന്ന ആളായി. അച്ഛന് ഇന്നാളുടെ അച്ഛനാന്ന് പറയാൻ മടിയില്ലായിരുന്നു. അതാണ് എൻ്റെ അടിസ്ഥാന തത്വം. മറ്റുള്ളവരുടെ വളർച്ചയിൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചേട്ടൻ എൻ്റെ ഒരു ആദ്യ രീതി തന്നെ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം, ഞാൻ പറഞ്ഞാലാണ് ആ ചേട്ടനൊരു കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം വരുന്നത്. അങ്ങനെ ഇപ്പോൾ വീട്ടിൽ അമ്മ മരിച്ചു. തീർച്ചയായിട്ടും എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനം ചേർത്തമ്പിക്കുന്നു. പിന്നെ ഞാൻ അമ്മയോട് തമാശയ്ക്ക് പറയും, വീട്ടിൽ വഴക്കുണ്ടാവാതിരിക്കാൻ ഞാൻ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ്. കാരണം എൻ്റെ ഒരു ഭാര്യ വന്നിട്ട് പിന്നെ ചേർത്തമ്മയായിട്ട് തല്ലുവിടും. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് ഞാൻ തമാശയായിട്ട് പറയും. പക്ഷേ വിവാഹം എന്നുള്ളത് എവിടെയോ നഷ്ടപ്പെട്ടു പോയത് അതിൽ ചേർത്തമ്മ പറയുന്നുണ്ട്. ആ സമയത്ത് അന്വേഷിച്ചപ്പോൾ ഒന്നും നടന്നില്ല എന്നുള്ളത്. അന്ന് സിനിമാക്കാരന് കല്യാണം കഴിച്ച് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയുടെ അന്വേഷണത്തിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു പ്രണയവിവാഹം ആ സമയത്ത് എനിക്കത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാകെ ഒരു ഡിമാൻഡ്, ഡാൻസോ പാട്ടോ അറിയാവുന്നൊരു കുട്ടി വേണം, അതെൻ്റെ അമ്മയുടെ ഒരു ടേസ്റ്റ് മുന്നോട്ട് പോകണം എന്നുള്ള അത് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴൊന്നും നടന്നില്ല.
പിന്നെ എനിക്ക് തോന്നി ഇതിലൊന്നും വലിയ കാര്യമില്ല, നമുക്ക് സിനിമ തന്നെ അങ്ങനെ സിനിമയിലായി. പിന്നെ പ്രണയിച്ചില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ നല്ലോണം പ്രണയിച്ചിട്ടുള്ള ആളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു നല്ല പ്രണയ ഒരു സിനിമ പലരും സിനിമയാക്കാൻ ആഗ്രഹിച്ച ഒരു പ്രണയത ഇപ്പോഴും എന്നിലുണ്ട്. ഒരു മാഗസിൻ, അത് ഞാൻ എപ്പോൾ പറയുകയാണെങ്കിലും അതിനു വേണ്ടി 10 പേജുകൾ മാറ്റി വെച്ചിട്ട്. ഞങ്ങൾക്ക് വേണ്ടി അതൊന്ന് പറയണം കുറച്ച്. എനിക്ക് അതങ്ങനെ അത് പല ഫാമിലികളെയും ബാധിക്കുന്നുള്ളത് കൊണ്ടാണ് ചുരുക്കി പറയാം. അത് ഇത്രയേ ഉള്ളൂ. ഫ്രം ദ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു കുട്ടിയാണ്. അത് ഇത്ര കല്യാണങ്ങൾ നടക്കാതെ വന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ മതിയോ? ഞാൻ അതിന് തയ്യാറാണ്, എനിക്കിഷ്ടമാണ്. ഞാൻ കണ്ട പലരിലും നല്ലത് ബാബുചേട്ടൻ തന്നെയാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഇതിന് മറുപടി എനിക്ക് ഉടനെ പറയാൻ പറ്റില്ല, കുറേ സമയമെടുക്കും, ഞാൻ പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ 6 മാസത്തിന് ശേഷമാണ് ഞാൻ മറുപടി പറയുന്നത്. അവിടെ നിന്നാണ് ആ പ്രണയം വലുതാവുന്നത്. ഏകദേശം 8-8.5 വർഷത്തോളം ഞങ്ങൾ പ്രണയിച്ചു. പക്ഷേ 2 ഫാമിലി, എൻ്റെ ഫാമിലിയിലും ആ കുട്ടിയുടെ ഫാമിലിയിലും ചില തടസ്സങ്ങൾ വന്നു. 2 തട്ടിലുള്ളവരാണ്. അത് ഞങ്ങളുടെ ഫാമിലി ഭയങ്കര അടുപ്പാണ്. അതൊരു കുഴപ്പത്തിലേക്ക് വരും എന്ന് എൻ്റെ ഫാദറിന് തോന്നിയിട്ടുണ്ടാവാം. അച്ഛനതിന് പക്ഷേ എൻ്റെ അച്ഛൻ, എനിക്കത് ഇപ്പോൾ തോന്നുന്നു, അച്ഛൻ മരിക്കുമ്പോൾ അച്ഛനാകെ ഒരു വേദന അത് മാത്രമേ. ഞാൻ എൻ്റെ തീരുമാനം സ്ട്രോങ് ആയിപ്പോയി എന്നുള്ളതാണ് അച്ഛൻ്റെ. അപ്പോൾ അച്ഛനന്ന് പറഞ്ഞു, ഇല്ല അത് പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വല്ലോടത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നതല്ലേ, ഒന്നുകിൽ ഈ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നാൽ തയ്യാറാണെങ്കിൽ മാത്രമേ ഞാൻ കൊണ്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാൽ വേണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ വിവാഹം വേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. എന്നുവെച്ചാൽ എനിക്ക് തോന്നി ഇതെല്ലാം ഏറ്റവും വലിയ കാര്യം, ജീവിതത്തിൽ പ്രണയമല്ല അല്ലെങ്കിൽ ഒരു വിവാഹമല്ല ജീവിതത്തിൽ ഏറ്റവും ചെയ്യാനുള്ള കാര്യം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്ത് ചെയ്യാണ്ടത്. ഒരു പക്ഷേ ഞാൻ ഈ ഒരു ചിന്തയിലേക്ക് വന്നതും ഇങ്ങനൊരു ആക്റ്റീവായതും ആ ഒരു പ്രണയത്തിൻ്റെ നഷ്ടമായിരിക്കും. പക്ഷേ ഞാൻ വളരെ പ്രായോഗികമായ, പണ്ട് അനിയത്തിപ്രാവ് വന്നപ്പോൾ ആ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ആളാണ് സിനിമയ്ക്ക് മുൻപേ. പക്ഷേ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, വളരെ സാറ്റിസ്ഫൈഡാണ്. കാരണം എനിക്ക് സമയമുണ്ട്. മറ്റേത് നമ്മൾ വിവാഹം ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ എൻ്റെ പ്രണയങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരെ വേണ്ട പോലെ കെയർ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ പരാജയം. അതെനിക്ക് തന്നെ അറിയാം. ഞാനൊരു പെൺസൗഹൃദത്തിൽ ഏറ്റവും ആദ്യം പറയുന്ന കാര്യമാണ്, നിങ്ങളെന്ത് വിചാരിച്ചാലും ചിലപ്പോൾ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു മെയിൻ കാര്യം വന്ന് ഞാൻ അങ്ങോട്ട് തിരിയും. അത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കൂട്ടുന്നില്ല, എൻ്റെ ഏറ്റവും മോശം ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കൂട്ടുന്നത്. അതാണ് എൻ്റെ പരാജയം. അപ്പോൾ അതെൻ്റെ പ്രണയത്തിലും സംഭവിച്ചിട്ടുണ്ട്. വേണ്ടത്ര കെയർ അപ്പുറത്ത് കൊടുക്കാൻ പറ്റായ, അത് നേരത്തെ ഹണി റോസ് പറഞ്ഞ തന്നെയാണ്, ജീവിതം എവിടെയോ വെച്ച് ഭാര്യയേക്കാൾ തന്നെ അമ്മയ്ക്കായിപ്പോയി, അമ്മ എന്ന സംഘടനയ്ക്കായിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എന്നെ ബാധിച്ചിട്ടുണ്ട്. അതെ, അല്ല ഇതിനകത്ത് അനിയത്തിപ്രാവിലെ നായകനെ പോലെ അത് വിട്ടുകൊടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെ ഒരു അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. ആ അച്ഛനും അമ്മയാണ് ഞങ്ങൾക്ക് ഇങ്ങ് തന്നൂടെ, അവനെ തന്നൂടെന്ന് ചോദിക്കുന്ന ഒരു. അല്ല, അവിടെ അവർ അത് ചെയ്തില്ല. അവരവരുടെ പരിമിതികളുടെ അതിൽ മതം ജാതി അങ്ങനെയുള്ള വിഷയം ഉണ്ടായിരുന്നു. മതം ജാതി ഒന്നുമില്ല, ഫ്രം ദ ഫാമിലിയിൽ നിന്ന്. ഫ്രം ദ ഫാമിലിയിൽ നിന്ന്. അപ്പം അത്തരം ഒരു വിഷയങ്ങളായി. അതെ, അത്തരം ചില വിഷയങ്ങളും രണ്ട് അച്ഛൻ അത്രയും കുറച്ചും കൂടി പിന്നെ അല്ല, അച്ഛൻ വിചാരിച്ചത് എനിക്കിപ്പോഴും പിന്നെ തോന്നിയിട്ടുണ്ട്, ഞാൻ ഇതിനെല്ലാം നിശ്ചയിച്ചു കൊണ്ടുവരുന്നതെന്ന് അച്ഛൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെ തീരുമാനിക്കുന്ന എൻ്റെ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. അമ്മയ്ക്ക് അതിലും ഭയങ്കര വിഷമമായിരുന്നു. അമ്മ മരിക്കുന്നവരെ അമ്മയുടെ ഏക ആവശ്യം അത് തന്നെയായിരുന്നു. അമ്മ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും. അമ്മ പല എല്ലാവരോടും പറയാറുണ്ട്, നമ്മുടെ സിനിമയിൽ നിന്ന് ആര് ചെന്നാലും അവരോട് പറയും ബാബുവിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഒരുപാട് സിനിമാ നടന്മാർ പിന്നെ ബാബുചേട്ടന് വേണ്ടി പെണ്ണിനെ ആലോചിച്ചിട്ടുള്ള കാര്യം കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെയുണ്ട്, ഒരു തലമുറയിൽ കുറേ പേര് അവിടെ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല, അതിനോട് ഞാൻ എതിരൊന്നുമല്ല, പക്ഷെ അതിനോട് നീതി പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെ അതെ, നമ്മൾ വിവാഹം ചെയ്യും, പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് നടക്കുകയും അതിനോട് എനിക്ക് അഭിപ്രായമില്ല. അല്ല, കുറച്ച് വ്യക്തിപരമാണെങ്കിലും ആ കുട്ടി വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. വിവാഹം കഴിച്ചു, സന്തോഷത്തോടെ ജീവിക്കും. അതെനിക്കറിയില്ല. സന്തോഷത്തോടെ ജീവിക്കാൻ. അല്ല, അങ്ങനെയല്ല, ഞാൻ നമുക്കും ആ വേദന ഉണ്ടാകാൻ പാടില്ലല്ലോ. അല്ലല്ല, തീർച്ചയായും. പക്ഷെ അതുകൊണ്ടാണ് എന്നെ വിവാഹിതനാവാൻ ഏറ്റവും പ്രേരിപ്പിക്കുന്ന ആ കുട്ടി തന്നെയാണ്. ആ കുട്ടി തന്നെയാണ്. അപ്പം അവിടെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തിയ ഒരു വിവാഹത്തെ ഇനി ആ കുട്ടിയുടെ ആഗ്രഹം. അല്ല, ഞാനിപ്പോൾ പല അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ട്, ഒരു 60-65 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കൂട്ടൊരു കമ്പാനി ഉണ്ടാവും. അത് വിവാഹികനോ, കാരണം അറിയോ, അവിടെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. നമ്മളുമായിട്ട് ആശയപ്പൊരുത്തങ്ങൾ വരുന്ന ഒരാളായിട്ടായിരിക്കും. അല്ല, വെറുതെ കാട്ടിക്കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല.
അല്ലാതെ വേറൊരു പ്രശ്നം എനിക്കില്ല. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. ആരോഗ്യമില്ലാതാകുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ചേട്ടനോ ചേട്ടത്തിയോ ഇങ്ങനെ ഒരു ആവശ്യം ഇന്നോളം ഒരാളോടും പൊതുവേദിയിൽ പറഞ്ഞിട്ടില്ലെന്നായിരിക്കണം. ഇല്ലല്ലോ, ഇത് ആദ്യമായിട്ടാണ് ചേട്ടത്തി ഇങ്ങനെ പറയുന്നത്. അവിടെ പറയുന്നൊരു കാര്യം വെച്ചാൽ ഈ കുടുംബം പൂർണ്ണമാകണമെങ്കിൽ അതുണ്ടാകണമെന്നുള്ളതാണ്. അവർ പക്ഷേ നമ്മളെപ്പോഴും അതിനപ്പുറത്തേക്കൊക്കെ അവരുടെ ഒരു വാത്സല്യം കാരണമെന്ന് വെച്ചാൽ നമ്മൾ വയസ്സാവുകയാണ്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ പലരും നഷ്ടപ്പെട്ടു വിടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഒരു താങ്ങാവേണ്ട ആളുകളും നാളെ ഇന്ന് അമ്മയൊന്നും ഉണ്ടാവണമെന്നില്ല. ഒരിക്കലും ഉണ്ട്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല. അപ്പോൾ അത്തരം ഇതില്ലാത്തടത്തോളം കാലം നമുക്ക് ആരാണ് എന്നുള്ളൊരു കൺസേൺ അവർക്കുണ്ട്. ആ ഇപ്പം കൺസേൺ നമ്മളുടെ മുമ്പിൽ, എൻ്റെ മുമ്പിൽ തന്നെ മാധവൻ ചേട്ടൻ്റെ അവസ്ഥ. ചേട്ടൻ വിവാഹിതനായിരുന്നു, അതില്ലാണ്ടായി. പക്ഷേ അതൊക്കെ ഒരു വലിയ പാഠമാണ് നമ്മളെ സംബന്ധിച്ചോളം. അത് പക്ഷേ ഏച്ചുകൂട്ടിയോ മുളച്ച് വെക്കുക എന്നുള്ള പേടി നല്ലോണമുണ്ട്. ഇതിനു വേണ്ടി കല്യാണം കഴിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചിട്ട് അത് അതിലേറെ പുലിവാലാവും എന്നുള്ള ആശങ്കയില്ലായതില്ല. ചിലപ്പോൾ അതിന് പറ്റുന്ന ഒരാൾ നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷെ അതിന് വിവാഹം എന്ന് എനിക്ക് പറയാറിയില്ല. എൻ്റെ കൂടെ ഒരു കമ്പാനിയൻ ഉണ്ടാവും, എല്ലാ അവസരങ്ങളും ഉണ്ടാവുമെന്നാണോ? ഉണ്ടാവാനുള്ള അവസരങ്ങളുണ്ട്. ഉണ്ട്. അപ്പോൾ അതുണ്ടാവട്ടെ. കാരണം അതിപ്പം നമുക്ക് ഇന്ന് വിവാഹം എന്ന് പറയുന്ന സങ്കല്പങ്ങളുടെയൊക്കെ ബേസ് എല്ലാം മാറി. ഇപ്പം ലിവിങ് ടുഗദർ പോലും ഒരു കാലഘട്ടമാണ്. അതിനെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ എപ്പോഴാണെങ്കിലും നമ്മളോടൊപ്പം നിൽക്കാൻ നമുക്കൊരു താങ്ങാവാൻ ഒരാളുണ്ടാകട്ടെ. അത് വളരെ വേഗത്തിലുണ്ടാകട്ടെ. പക്ഷേ ഇതിനിടയ്ക്ക് ചേട്ടൻ്റെ റുട്ടീൻസ് ഈ പറഞ്ഞ ഇത്രയും സമയബന്ധിത എങ്ങനെ ഉറക്കം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അല്ല, എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അമ്മയുടെ പ്രവർത്തനങ്ങൾ, കടയിലെ അക്കൗണ്ട്സ് ഇപ്പോഴും ഞാനാണ് നോക്കുന്നത്. ആ കടയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതിന് ഒരു രണ്ട് എക്സ്ട്രീമാണ്. അമ്മ പോലെ ഒരു വലിയ ഓഫീസ് അല്ലേ, അവിടുത്തെ ശീതീകരിച്ച മുറികൾ, അവിടുത്തെ സുഖസംഭവങ്ങൾ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒരു സാധാരണ ഡ്രൈ ക്ലീൻ കടയാണ്, കുഞ്ഞ് ആളുള്ള സാധാരണ ഇതല്ല. പക്ഷേ അത് ഒരു രണ്ടും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ് ഏകദേശം 37 കൊല്ലം കഴിഞ്ഞ് കട തുടങ്ങി. എന്തായിരുന്നു അതിൻ്റെ പേര്? സ്മാർട്ട് എന്ന്. അതെന്താ അങ്ങനെ ആശയം വന്നു കഴിഞ്ഞാൽ ഈ ജീൻസ് ഇറങ്ങിയ കാലമാണ്. എൻ്റെ മദറാണ് വാഷ് ചെയ്യുന്നത്. അന്നത്തെ ജീൻസൊന്നും ഇന്നത്തെ പോലെ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ എനിക്കൊന്ന് അമ്മയെ കൊണ്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ, അങ്ങനെയുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഡ്രൈ ക്ലീനിങ് എന്നുള്ള ആശയം. അത് ഞാൻ ഒരു ഡബ്ബിങ്ങിന് മദ്രാസിൽ പോയപ്പോൾ നേരെ മുമ്പിൽ ഒരു ഗുരു ഡ്രൈ ക്ലീനേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ വെറുതെ കടയിൽ ചെന്ന് ചോദിച്ചു, എനിക്ക് ഇതിൻ്റെ ബില്ല് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബില്ല് തരാൻ മാട്ടേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ക്ലോത്ത് തന്നാൽ ബില്ല് തരാമെന്ന് പറഞ്ഞു. വേഗം കൊണ്ടൊരു ഷർട്ട് കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഒരു ഷർട്ട് തന്നില്ല, 2 ഷർട്ട് തന്നില്ല. അങ്ങനെ 2 ഷർട്ട് കൊടുത്തിട്ട് ബില്ല് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഇതിന് അന്വേഷണം നടത്തി. അന്ന് ജോസ് പ്രകാശ് ചേട്ടന് മകന് ഈ കടയുണ്ട്. പുള്ളിയെ പോയി കണ്ട് സംസാരിച്ച്, അപ്പോൾ പുള്ളി പറഞ്ഞു വേറെ എന്ത് കട തുടങ്ങിയാലും ഇത് തുടങ്ങരുതിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അസൂയോണ്ട് പുള്ളി രക്ഷപ്പെട്ടു, നമ്മളെ രക്ഷപ്പെടുത്താണ്ടിരിക്കാൻ വിചാരിച്ചു. ഞാൻ ഡ്രൈ ക്ലീനിങ് തുടങ്ങും. പക്ഷെ പറഞ്ഞ പോലെ കേട്ടോ, നിസ്സാര പണിയല്ല. 24 hours കടയിൽ ഒരാളുടെ ശ്രദ്ധ വേണം. എൻ്റെ ചേട്ടൻ അതിൽ 100% ഡെഡിക്കേറ്റഡ് ആണ്. ചേട്ടൻ വേറെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റി വെച്ച് കടയിലാണ്. പക്ഷെ അതുകൊണ്ട് എന്താണെന്നറിയോ, 10-18 ഫാമിലി ജീവിക്കുന്നുണ്ട്. അതാണ് ഇന്ന്. ഇപ്പം നമുക്കെന്ത് കിട്ടുന്നൊന്നുമില്ല, ഞാൻ അവിടെ നിന്ന് ഒന്നും എടുക്കാറില്ല. പക്ഷേ 10-18 ഫാമിലി അതുകൊണ്ട് മാത്രം ജീവിക്കുന്നത്. കോവിഡിന് മുമ്പായിരുന്നെങ്കിൽ എണ്ണം കൂടുതലായിരുന്നു ആൾക്കാർ. ഇപ്പോൾ കോവിഡിന് ശേഷം കുറച്ച് ആളുകൾ കുറച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ജീവിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തും. എന്താണെന്നറിയോ, അവർക്ക് കിട്ടുന്ന ശമ്പളം വെച്ച് അവർ സിനിമയ്ക്ക് പോകുന്നുണ്ട്, ഹോട്ടലിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അവരും ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട്. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും തിരക്കുകൾക്കിടയിൽ എങ്ങനെയാണ് ഉറങ്ങാൻ പറ്റുന്നത്? അത് ടെൻഷനൊന്നുമില്ല, ശാന്തമായിട്ട് ഉറങ്ങും. അത് ചിലപ്പോൾ എൻ്റെ ഒരു സമയം 4 മണിക്കായിരുന്നു രാവിലെ. 4 മണി തൊട്ട് ഒരു 7 മണി വരെ. ഇനി ഷൂട്ടിങ്ങിന് പോകാതിരിക്കണം എൻ്റെ മെയിൻ കാരണം അതാണ്. കാരണം അറിയാം, 6 മണിയാകുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോൾ വിളി തുടങ്ങും, ബാബു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ രാവിലെ ഭയങ്കര മടിയാണ് എനിക്ക്. രാവിലെ ഉറങ്ങാനാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ രാത്രി എത്ര നേരം മണിയായിരിക്കാം. ഈ ഷോ തിരഞ്ഞെടുത്ത് തന്നെ അതിന് വേണ്ടിയാണ്. രാത്രി ഉറക്കമില്ലാതെ നമ്മൾ ആഘോഷിക്കും, രാവിലെ എത്തി നേരം കിടന്ന് ഉറങ്ങും. അപ്പോൾ ഏറ്റവും നല്ല ഷൂട്ടിങ്ങിന് പോകാതിരിക്കുക എന്നുള്ളത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക് തത്വം. പക്ഷേ ഉറക്കം വളരെ കുറച്ച് സമയമായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു 12:30-1 മണിയാകുമ്പോഴേക്കും കിടക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴേക്കും ഫോൺ വരും. ഫോണിങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും വരും. ഇത് ഇപ്പോഴും ഞാൻ എത്ര രാത്രിയിൽ ഇതിലാണെങ്കിൽ ഫോൺ ഞാൻ ഓഫ് ചെയ്ത് വെക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എവിടെ നിന്നാ ഒരു കോള് വരുന്നത്, നമ്മളെ തിരക്കി ഒരു കോള് വരുന്നത് അറിയാൻ പാടില്ല അല്ലേ. ഈ ആഘോഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ മദ്യപാനം ശീലം തീരെ ഇല്ലാത്ത ഒരാളാണ്, എനിക്കറിയാം വളരെ നേരിട്ട്. അങ്ങനെ ഒരു നടനെ നമുക്ക് സങ്കല്പിക്കാമോ എന്നൊക്കെ ചിലവർ ചോദിക്കും. സിനിമയിൽ എനിക്ക് തോന്നുന്നൊരു 3-4 പേരുണ്ട്, എനിക്കറിയാവുന്ന 3-4 പേരുണ്ട്. അവർ ആരും മദ്യപിക്കാത്തവരാണ്. അത് ഞാനൊരു വലിയ ക്രെഡിറ്റായിട്ട് പറയുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എൻ്റെ ഫാദർ കഴിക്കില്ലായിരുന്നു.
അപ്പോൾ ഫാദർ പോലീസിലാണ്, അച്ഛൻ വെജിറ്റേറിയനായിരുന്നു, സ്മോക്ക് ചെയ്യില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഇത്തിരി ക്വാളിറ്റിയൊക്കെയുള്ള ബസ്സിലേ പോവുള്ളൂ. ബസ്സിൽ പോകേണ്ടതിന് തന്നെ പൈസ കൊടുത്തിട്ടേ പോവുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ ഒരു തത്താഞ്ച് ബസ്സുകാർ പൈസ വാങ്ങിക്കില്ല. അപ്പോൾ അച്ഛൻ പറയും ഞാൻ റിട്ടയർ ചെയ്താലും വാങ്ങിക്കാതിരിക്കുമോ എന്നുള്ള, അതിപ്പോൾ തന്നെ പിടിച്ചോ എന്ന് പറയും. ഒരു ഇത്തിരി തത്വമൊക്കെ ഉള്ള ആളായിരുന്നു. അത് എവിടേക്കോ എൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്, അത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മദ്യപാനം ഒരു തെറ്റാണെന്നല്ല, അന്ന് അച്ഛൻ തന്ന ഉപദേശത്തിലുള്ളൂ, നിൻ്റെ സ്വന്തം പൈസ ഉണ്ടെങ്കിൽ നിനക്ക് മദ്യപിക്കാം, സിഗരറ്റ് വലിക്കാം, അത് നിൻ്റെ ഇഷ്ടം. പക്ഷേ സ്വന്തം പൈസയിൽ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ സ്വന്തം പൈസ ഉണ്ടാക്കിയപ്പോഴും അത് ചെയ്യണം തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നല്ല മദ്യപാനികളാണ്. ഞാൻ എല്ലാ ബാറിലും കയറും. ദുബായിലൊക്കെ എല്ലാവരും പറയും ബാബുവിന് ആ ബാറിൽ കണ്ടല്ലോ, ഈ ബാറിൽ, ഞാൻ എല്ലാ ബാറിലും പോവും. പക്ഷെ ഞാനവിടെ പോയി സാധാരണ സോഡയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കും. ഇരിങ്ങാലക്കുട ഭാഗത്തുള്ള എല്ലാ കള്ള് ഷാപ്പിലും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് നല്ല ഭക്ഷണം കഴിക്കും. അത് ഞാൻ കഴിക്കാറില്ല. ഒരു ഘട്ടത്തിൽ എൻ്റെ തലയെ കൂടെ വരെ ഒഴിച്ചിട്ടുണ്ട് ഇത് കഴിപ്പിക്കാൻ വേണ്ടി. എൻ്റെ സുഹൃത്തുക്കളുടെ പേര് നേരത്തെ പറഞ്ഞല്ലോ, ഒന്നും മോശമില്ല, നല്ല ടീമുകളായിരുന്നു. പക്ഷെ ഇവരെ കൂടെയൊക്കെ പിന്നെ എന്നറിയാം, എല്ലാവരും പറയും ബാബു ഒരു 3 കഴിഞ്ഞ് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ കേട്ടോ നിർത്താൻ. 3 കഴിയുമ്പോൾ ഞാൻ 3 കഴിഞ്ഞു, പിന്നെ വായിന്ന് തെറിയ പറയുന്നേ. അപ്പോൾ ഒരു മദ്യപിക്കാത്ത ഒരാൾ വേണമല്ലോ എല്ലാത്തിനും കൂടെ. കാരണം ഈ പ്രശ്നമൊക്കെ അതെ. പിന്നെ ചിലരുണ്ട്, എൻ്റെ സുഹൃത്തുക്കളിൽ ചിലർ ഒരു 9 മണിയാകുമ്പോൾ 3 പ്രാവശ്യം ഭാര്യയുടെ വിളി വരും. അല്ല ഞാൻ ബാബുവിൻ്റെ കൂടെയാണ്. അപ്പോൾ അവർ വിചാരിക്കുക ബാബു കുഴപ്പമില്ല, കഴിക്കാത്ത ആളാണ്. അങ്ങനെ രക്ഷപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരാളാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും എൻ്റെ കയ്യിൽ ബോട്ടിൽസ് ഉണ്ടാവും, തരാറുണ്ട് ചിലരും. ഞാൻ അവിടെ കൊണ്ടുവന്ന് വല്ലവർക്കും കൊടുക്കും. കാരണം ഞാൻ കഴിക്കാറില്ല, കഴിക്കാൻ തോന്നിയിട്ടുമില്ല. ഇപ്പോൾ അങ്ങനെ അതൊരു ക്രെഡിറ്റ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ക്രെഡിറ്റ് എന്നുള്ളതല്ല, അങ്ങനെ ഒരു തീരുമാനം നല്ലതാണ്. അതൊരു അതെ, നമുക്ക് നമ്മളായിട്ട് നിൽക്കുന്നു. ചിലരുണ്ട് ഇന്നലെ 2 അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോയതാ. എന്തിനാ നമ്മൾ ബുദ്ധികളാണ്, നമ്മൾ പറയുന്നത് തന്നെ. ഇവിടെ ചില ചിരിക്കുന്നുണ്ട്, അവർ ചിലർ എല്ലാവരും ഇതിൻ്റെ ചെറിയ സ്മൃതികളിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനൊരു മോശമായിട്ട് ഇവിടെ സർക്കാർ ചില ആൾക്കാർ പറയുന്നുണ്ട് ബാബുചേട്ടൻ ഭയങ്കരൊന്നുമല്ല. സംഭവം എന്താ വെച്ചാൽ ഈ ബാറിൽ പോയി മറ്റേ സ്പ്രൈറ്റ് അടിച്ചോണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അയ്യോ, എന്നെ 100% ആൾക്കാരും മദ്യപിക്കുന്ന ആളായിട്ടോ. എൻ്റെ അത്യാവശ്യം വയറും കാര്യങ്ങളും നല്ല ബീർ അടിയാന്ന് പറയും. ഞാൻ അത് കഴിയാതെ കണ്ടിട്ടുമില്ല. ഞാൻ സിനിമയിൽ പോലും ഷോട്ടിന് വേണ്ടി കഴിച്ചിട്ടില്ല. ഞാൻ സിഗരറ്റ് വലിക്കുന്ന സീൻ ഉണ്ടെങ്കിൽ അകത്തേക്ക് പുകയെടുക്കാറില്ല, എങ്ങനെയെങ്കിലും പുറത്തേക്ക് കളയും. ഞാൻ ആദ്യമേ ചോദിക്കും, പലരും ഷോർട്സിൽ കഴിക്കുന്നവരുണ്ട്, ഞാൻ പറയും എനിക്ക് ഒഴിക്കേണ്ടതെന്ന് പറയും. കട്ടൻ കാപ്പിയാണ് ഒഴിക്കാറ് അധികം. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ അമ്മയുടെ സ്ഥാനം കൊണ്ട് അല്ല, ഇവൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എനിക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ്. 1-2 പടങ്ങളിലെ ലൈൻ പ്രൊഡ്യൂസറായിട്ടും വർക്ക് ചെയ്യാൻ ചെയ്തു. ഇപ്പോൾ 2020 ഒരുപാട് സമയം ഞാനായിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജോഷി സാറിൻ്റെ കൂടെ യാത്ര ചെയ്ത് കാസിനോവ, അങ്ങനെ കുറേ വലിയ പടങ്ങൾ. പക്ഷേ 3-4 വർഷങ്ങൾ ആ പടത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി അത് ഒരു നല്ല പരിപാടിയല്ലെന്ന് തോന്നി. ഇപ്പോഴും എൻ്റെ അടുത്ത് ലൈൻ പ്രൊഡ്യൂസറാകാൻ പറഞ്ഞ് വലിയ പ്രൊഡക്ഷൻസ് വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് വീണ്ടും കൈവയ്ക്കാതിരിക്കുകയാണ്. അതാണ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ. ആഹാരപ്രിയനാണോ? അല്ല, എല്ലാം ടേസ്റ്റ് ഒക്കെ ഒരു പരിധി. എനിക്ക് അത് വലിയ ആരാപ്പറയും തന്നെ. ഇപ്പോൾ ഭക്ഷണം ഇന്നത് വേണമെന്ന് ബോഡി ഷേമിംഗ് ഒന്നുമല്ല, ഈ കുംഭ ശരീര അല്ല, അതൊരു ഐശ്വര്യമായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സൽമാൻ ഖാൻ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് സൽമാൻ ഖാൻ ദുബായിലൊരു പാർട്ടി നടത്തി. അപ്പോൾ കേരള ടീമിൽ നിന്ന് എനിക്ക് തോന്നുന്നു ലാൽ സാറുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. എന്നെയാണ് വിളിച്ചത് പുള്ളി എന്നെ കണ്ട വയറുമിക്കൊന്ന് തടവും. അത് കഴിഞ്ഞ് അപ്പോൾ അതെൻ്റെ ഐഡൻറ്റിറ്റിയായി മാറി. എനിക്ക് വലിയ വയറൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ഒരുമിച്ച് ഞാനൊരു USA ട്രിപ്പ് കുറേ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വയറ് ചാടി തുടങ്ങിയത്. കാരണം അവിടുത്തെ ഭക്ഷണത്തിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം. പിന്നെ ഞാനും ശ്രദ്ധിച്ചില്ല, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കാണും, അതൊക്കെ ഭംഗിയായിട്ട് ഇരിക്കുന്നില്ലേ നോക്കും, പൊടിയൊന്നും ഇല്ലല്ലോ നോക്കും. പക്ഷെ അതിൻ്റെ മുകളിൽ കയറി സർക്കസ് കളിക്കാനും ഞാനില്ല. നമുക്ക് ഇത് വലിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വയറൊക്കെ അത് കളയാന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നൂലുണ്ടയുടെ പോലെയാവും. അവന് നല്ല പടലുള്ള സമയത്ത് ആരോ ഉപദേശിച്ചു എന്നോട് തടി ഓർക്കാൻ. അവന് പടലുണ്ടായി, ആളെ കണ്ട അറിയില്ല. അതാണ് അവൻ്റെ ചില ഐഡൻറ്റിറ്റികളുണ്ട്. അപ്പോൾ നമ്മളത് കളയരുത്. അത് പറഞ്ഞപ്പോൾ ഓരോ കാര്യം കൂടി പറയാം. നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടൻ MP ആയിരുന്ന സമയത്ത് അന്ന് ഇദ്ദേഹം നമ്മുടെ ഭോജ്പുരി ടീമിൻ്റെ മനോജ് തിവാരി അദ്ദേഹം MP ആയിരുന്നു. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടനായിട്ട് പരിചയപ്പെട്ട് വലിയ സുഹൃത്തുക്കളായി. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടന് ഹിന്ദി അറിയാമല്ലോ, തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചു. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞു ഞാൻ അമ്മയുടെ പ്രസിഡൻ്റാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നോ ഐ എം നോ സംബഡി ഷോർട്ട് ഗൈ വിത്ത്
സ്റ്റൊമക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു, ഇന്നസെൻ്റിൻ്റെ പ്രസിഡന്റ് ഞങ്ങൾ സമ്മതിക്കുന്നില്ല അങ്ങനെ അവർ പറയുന്നത്. അപ്പോൾ പുള്ളി അമ്മ ഞാൻ എന്നിട്ട് ഇന്നസെൻ്റ് മാറിയിട്ട് ഇതാ നിന്നെ പറ്റി ഭയങ്കര പിടിപാടാണ്, നീയൊന്ന് പറയണം ഞാൻ പ്രസിഡന്റ്. അപ്പോൾ ചില ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സാധനമല്ലേ, നമുക്കത് കളയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആ ഉപദേശം തരുന്നതോട് ഞാൻ പറയും തൽക്കാലം വേണ്ട, ഇത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഞാൻ കൊണ്ടുനടക്കാം. പിന്നെ ഞാൻ വേറെ ചില ഉപദേശികളുള്ള അധികം എൻ്റെ അടുത്ത് പറയും അത് അങ്ങനെയാണ്. ഞാൻ പറയേ അത്യാവശ്യം വീട്ടിൽ കഴിക്കാൻ വകയുള്ള കൂട്ടത്തില്ല അതിൻ്റെ എന്ന് പറയും എന്ന് സ്വയം സമാധാനിക്കും. ദൈവം സഹായിച്ച് വലിയ അസുഖങ്ങളൊന്നുമില്ല, കുറച്ച് BP ഉണ്ട്, അതാണ് മെയിനായിട്ട് ഇഷ്യൂ. അത് അമ്മയുടെ സ്ഥാനം രാജിവെച്ച് ആ BP പോകുന്നതാണ് എൻ്റെ ഡോക്ടർ ഉപദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ മാറില്ല, പക്ഷെ അതൊരു വലിയ കാര്യമുണ്ട് അതിൽ. ദൈവവിശ്വാസിയാണോ? അവിശ്വാസിയല്ല. എനിക്ക് മേലെ ഒരാളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിന് ജാതിയുണ്ട് മതമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എല്ലാ സ്ഥലത്തും അത്യാവശ്യമൊക്കെ പോകാറുണ്ട്. വെറുതെ ഞാൻ പോയിട്ട് അവർ ഉപദ്രവിക്കാറുമില്ല. ചെറിയ കാര്യത്തിന് പോയിട്ട് അവിടെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്ത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തിനാ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കണേ? എനിക്കിവിടെ ഇരുന്ന് ദൈവമേ ഇന്ന കാര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ ചെയ്തു തരാറുണ്ട്. അവിടെ പോയി കുമ്പിടേണ്ട കാര്യമൊന്നുമില്ല. അതെ, എന്നാലും അതല്ല ഇരിങ്ങാലക്കുട പോലെയുള്ള വരദാനങ്ങളുടെ ഒരു തീർച്ചയായിട്ടും ഞാൻ ക്ഷേത്രം, അയ്യോ ആ കാര്യമൊക്കെ പറഞ്ഞാൽ ഇത്രയും അനുഗ്രഹമായ സ്ഥലമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മതപരമായിട്ടും എല്ലാ ഇപ്പോൾ നല്ല പള്ളിയാണ് അവിടുത്തെ, നല്ല അമ്പലങ്ങളാണ്, നല്ല ചരിത്രങ്ങളുള്ള അമ്പലങ്ങളാണ്. അതൊക്കെ ഞാൻ ആസ്വദിക്കാറുണ്ട്. അവിശ്വാസമൊന്നുമല്ല, ഞാൻ ആവശ്യത്തിനൊക്കെ പിന്നെ എല്ലാവരും കാണിക്കാൻ വേണ്ടി പോകാറൊന്നുമില്ല, അത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ടാവും. എന്താവശ്യങ്ങൾ പറഞ്ഞാലും ഞാൻ പോകാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. എന്തെങ്കിലും സ്വപ്നങ്ങൾ ഇനി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഒരുവിധം പറഞ്ഞു എല്ലാ സ്വപ്നങ്ങൾ എനിക്കെന്താ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ ഒന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് അല്പം 2-3 വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് എന്താ അവിടെ സംഭവിക്കുന്നതെന്നൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ടത് അപ്ലിക്കബിൾ ആക്കാൻ ഒന്ന് ശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ചെയ്യാം. ഇപ്പം ഏറ്റവും ചെറിയ കാര്യമാണ് ഞാൻ കേരളം കാണുന്നത് ഒരു മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാൻ ലോകത്ത് പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്, പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. പണ്ട് US പോയിട്ടുള്ള ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു ഷോയ്ക്ക് പോയിട്ട് എം ജി അണ്ണൻ്റെ വൈഫും അപ്പോൾ ഷോ കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ്. അപ്പോൾ ഇവരൊരു ഫ്രണ്ട് വന്നു, ഇവർ ബസ്സിൽ കയറി, അല്ല അവരൊരു കാറിൽ കയറി അവരെ പോലെ. അപ്പോൾ അവരുടെ കാറിൻ്റെ പിന്നാലെ നമ്മൾ വണ്ടി പോവാണ്. ഈ കാറ് ഹമ്പിൻ്റെ അവിടെയും കണ്ടുവന്ന് നിന്ന് ഈ ചേച്ചിയുടെ മൂക്ക് ചെന്ന് ഇടിച്ച് ബ്ലഡ് വന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്ത്. അവിടെ നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി മറ്റേ ടൈം എടുത്തിട്ടാണ്. പിന്നെ എമർജൻസി ആണെന്ന് പറഞ്ഞ് അകത്ത് കൊണ്ടുപോയതിലും ഇത് തിരിച്ചു കൊണ്ടുവരാൻ പെട്ട പാടൊക്കെ നമുക്കറിയാം. നമ്മുടെ അവിടുത്തെ പോലെയല്ല, ഭയങ്കര കുഴപ്പമായി. കാരണം അവസാനം ആർട്ടിന് ഇതാന്ന് പറഞ്ഞപ്പോൾ അകത്തേക്ക് കയറ്റിയുള്ളൂ. ആർട്ടിന് നിന്ന് കയറ്റിയിട്ട് പുറത്തേക്ക് കിടത്തില്ല. ഞങ്ങൾക്ക് ഈ പിറ്റേ ദിവസം പോകണം. അങ്ങനെയൊക്കെ പല സർക്കസും കളിച്ചാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ മെഡിക്കൽ ടൂറിസമാണ് കേരളത്തിൻ്റെ ഏറ്റവും സമ്പന്നമാവുന്ന കാര്യം. അതിനുള്ള അത്യാവശ്യം നല്ല ഹോസ്പിറ്റലുകളുണ്ട്. അതിനെ വേണ്ട വിധം മെയിൻറ്റെയിൻ ചെയ്യും. ഇത്തരം ഭീഷണങ്ങളില്ലാതെ വെറുതെ കുറേ കാര്യങ്ങൾ നമ്മുടെ ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ച് അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ല, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾക്ക് പ്രസക്തി വരുന്നത്. ഇരിഞ്ഞാലക്കുടയിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അല്ല, അപ്പോൾ ബാക്കിയുള്ളവർ അതിനിപ്പോൾ നല്ല ദീപത്തിൻ്റെ അടിയിൽ നല്ല വിമർശനങ്ങൾ അതൊക്കെ വേറെ കാര്യം. ഇത് നമുക്ക് നല്ലത് ചെയ്യാമല്ലോ. അല്ല, നല്ല ചെയ്യാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്ന ആൾ. നമ്മളെല്ലാത്തിനും നടക്കില്ല. അല്ല, പ്രത്യേകിച്ച് ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇപ്പം കേരളത്തിൽ 10 ആളുകളിൽ ഒരാളായിട്ടെങ്കിലും എനിക്ക് വരാൻ സാധിച്ചത്. ഒന്നാമനോ രണ്ടാമനോ ഒന്നല്ല ഞാൻ പറഞ്ഞത്. 10 പേരുടെ പേരെടുത്താൽ ഒരാളുടെ പേര് ഞാനായിരിക്കും. അതിൻ്റെ ഏറ്റവും മിനിമം തത്വം ഞാൻ പഠിച്ചിട്ടുള്ളത്, എന്ത് കാര്യം പറയുമ്പോൾ അയ്യോ അത് നടക്കില്ല കേട്ടോ, അത് അയ്യോ അത് ഭയങ്കര പ്രശ്നമില്ല, അതവിടെ ഇത് പറയാതിരിക്കുക. അതാണ് ഇവൻറ്റ് മാനിലെ ആദ്യം. നമുക്ക് നോക്കാം, നമുക്ക് ചിലപ്പോൾ അറിയാം അത് നടക്കാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും ഒന്ന് നോക്കാം, ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ നാളെ പറയാം. എന്തെങ്കിലും പറയാനുള്ള ചങ്കൂറ്റെങ്കിലും വേണം, അതിനുള്ള ശ്രമം വേണം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ലൈഫിലും കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് സാധിക്കുന്ന കാര്യങ്ങൾ. കേരളത്തിൻ്റെ മഹത്വം കേരളത്തിലുള്ളവർക്ക് അറിയില്ല. കേരളത്തിന് പുറത്ത് പോകുമ്പോഴേ കേരളത്തിൻ്റെ മഹത്വം അറിയുള്ളൂ. നമ്മുടെ കുട്ടികളൊക്കെ പുറത്ത് പോയി എന്ത് മിടുക്കന്മാരാണെന്നറിയാം. എവിടെ പോയാലും നമ്മുടെ ആൾക്കാരുണ്ട്, എന്തൊരു സ്നേഹ പുറത്ത് ചെല്ലുമ്പോൾ അറിയാം നമ്മളോടൊക്കെ. അപ്പോൾ പക്ഷേ ഇവിടെ വന്ന പല സ്വഭാവം കാണിക്കട്ടെ, അത് അതിൻ്റെ കാര്യമില്ല. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനിയും പറഞ്ഞാലൊന്നും തീരാത്തത്ര വിശേഷങ്ങൾ. അതെ, അതിന് ബേസിക് അടിസ്ഥാനപരമായിട്ട് ഇത്രയേ ഉള്ളൂ. ഇടവേള ബാബു എന്ന് പറയുന്ന നടൻ, സംഘാടകൻ, അതിനപ്പുറത്തൊക്കെ ഒരു വലിയ മനുഷ്യ സ്നേഹി.
ഇതൊന്നുമല്ല നമ്മൾ കണ്ടതൊന്നുമല്ല ഇടവേള ബാബു എന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താനെങ്കിലും ഈ അഭിമുഖം പിന്നെ ഒരു സഹായമാകുകയാണെങ്കിൽ അല്ല, വലിയ സന്തോഷം. ഞാൻ ഈ അഭിമുഖത്തെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം കുറേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും കുറേ പേർക്ക് ഞാൻ എന്താണെന്ന് അറിയാനുള്ള അവസരം ഉണ്ടായിട്ട് ശ്രമിച്ചിട്ടുമില്ല. ഞാനും അതിന് അവസരം കൊടുത്തിട്ടില്ല. അതെൻ്റെ തെറ്റാണ്. ഇപ്പം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഒട്ടും ഇല്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ അതല്ലെങ്കിൽ പോലും എനിക്ക് കുറേ തുറന്നു പറയാനും അത് എന്നെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് എന്തെങ്കിലും അറിയാനുള്ളൊരു അവസരം ഈ ഇൻ്റർവ്യൂ കൊണ്ട് ഉണ്ടാവും എന്ന് ഞാനും വിശ്വസിക്കുന്നു. അതിന് അവസരം തന്ന ക്യാനോടും പ്രത്യേകിച്ച് എൻ്റെ വളരെ പരിചയമായ ഒരുപാട് മുഖങ്ങളോടുമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. താങ്ക് യു. താങ്ക് യു.